ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മുഷിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ശനിയും ഞായറും ഓഫ് ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡുമൊത്ത് ഒന്ന് യാത്ര പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റെവിടേക്കുമല്ല, മൂന്നാറിലേക്ക് മാത്രമായിരുന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വമ്പർ റിസോർട്ട് തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് നേരത്തെ ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പോയി വരാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരുന്നു. അങ്ങനെ ആ ഒരു സമയം എടുത്തപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാനും ഹസ്ബൻഡും യാത്രയായി. അങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊരു റിസോർട്ടിലെത്തി. അത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന വമ്പർ റിസോർട്ട് തന്നെയായിരുന്നു. എല്ലാം ഒന്ന് കണ്ടാസ്വദിച്ച ശേഷം ഞങ്ങൾ റൂമിലെ ആ റിസപ്ഷനിലേക്ക് ചെന്നു. ആ സമയത്തായിരുന്നു ഹസ്ബൻഡിന്റെ കൂട്ടുകാരനായിരുന്നു അവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ തന്നെ ആളെ കണ്ട സമയത്ത് തന്നെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ആള് നല്ല സുന്ദരനാണ്. ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ മാനേജറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ആളുടെ മുഖത്തേക്കുണ്ട്. ഞാൻ പെട്ടെന്ന് ആ ഒരു മുഖശ്രീയൊക്കെ നോക്കി. എപ്പോഴോ കണ്ടു മറന്നൊരു മുഖം പോലൊരു മുഖം. അങ്ങനെ ഞാനും അയാളുടെ അടുത്ത് ചിരിച്ചും കളിച്ചും എല്ലാം സംസാരിച്ചു. അപ്പൊ തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം ഞങ്ങളങ്ങനെ സംസാരിച്ച ശേഷം ഞങ്ങൾ ആ ഒരു സ്ഥലങ്ങളെല്ലാം ഒന്ന് ചുറ്റി കണ്ടു. റിസോർട്ടിനകത്ത് തന്നെ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു 2 കസേര എടുത്തിട്ട് ആ പുറത്ത് ബാൽക്കണിയുടെ അവിടെ മാറിയിരുന്നാലോ. അപ്പം നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, എല്ലാ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ആൾക്കും അതേപോലെ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ തോന്നി. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കി കുറച്ച് സമയം ഇവിടെ ഇരുന്നാലോ എന്നാലോചിച്ച് അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കഥകളും ഓരോ തമാശകളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഒരു കോള് വന്നു. ആ കോള് വന്ന സമയത്ത് തന്നെ ആളെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. എന്തോ ആ സമയത്ത് എനിക്ക് എന്തോ വിഷമം തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ ഒരു ടൂറിന് വന്നിട്ടും ഇങ്ങനെ ബിസിനസ് തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനുശേഷം വന്നപ്പോഴായിരുന്നു ഇവിടെയും വന്നിട്ട് കോളും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ആഘോഷിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ടും ഈ മനുഷ്യനെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല മനുഷ്യന്മാര്. എന്തെങ്കിലും ഒരു ടൂറിന് വന്നു കഴിഞ്ഞാൽ ടൂർ അടിച്ചു പൊളിക്കണം, അല്ലാതെ ഇങ്ങനെ കടന്ന് ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു പിന്നെ നിന്ന് ആ ഒരാളെ വന്ന് വിളിക്കുന്നത്. ഹായ് മാഡം, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, അത് ചെയ്യാട്ടോ എല്ലാം. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അത്. ഞാൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, അയ്യോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ആ സമയത്ത് ആളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്താ മാഡം അങ്ങനെ ഒരു ടോക്കൊക്കെ? മാഡത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ട്? പെട്ടെന്ന് അയാളുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, പിന്നെ അല്ലാതെ മാഷേ, ടൂറ് കൊണ്ടുവന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. മാഷിനെ അറിയാവുന്നതാണല്ലോ, മാഷിന്റെ ഫ്രണ്ടല്ലേ ആളെ ഇവിടെ കിട്ടുന്നത് പോലുമില്ല. അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയുന്ന സമയത്ത് ആളുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി വന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, മാഡത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചാൽ മതിയല്ലോ. അപ്പൊ തന്നെ മാഡത്തിന് ആ ഒരു സന്തോഷം വലുതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ സർവീസ് അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അതിന് ഞങ്ങളൊരു മറുപടിയും ഒരു മറിച്ചൊരു അഭിപ്രായവും കാര്യങ്ങളൊന്നുമില്ല എന്ന് പെട്ടെന്ന് ഒരൊറ്റ വാക്കിൽ അയാൾ മറുപടി പറഞ്ഞോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മാഷേ, നിങ്ങളുടെ സർവീസിനും കാര്യങ്ങൾക്കൊന്നും അല്ല
ഞാൻ ഇച്ചിരി നേരം ഇന്നിരുന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് ഒരാളോട് ഇച്ചിരി നേരം സംസാരിക്കാൻ തോന്നി, പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് മാഷിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ ആ ഒരു ഔപചാരികമായ കാര്യങ്ങളോ ഔദാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനും പിന്നെ സ്നേഹത്തോടെ ഒരു വാക്ക്, അതൊക്കെയല്ലേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ മറുപടി പറയുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. മാഡത്തിന് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, സംസാരിക്കാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒളിവും മറയും ഒന്നും ഉണ്ടാവില്ല. എല്ലാം മനുഷ്യരല്ലേ മാഡം, മാഡത്തിന് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എന്താ മാഷിൻ്റെ പേരും കാര്യങ്ങളൊക്കെ? എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേര് ദീപക്, പിന്നെ ഞാൻ ഇവിടുത്തെ മാനേജറും റിസപ്ഷനിസ്റ്റും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു. എനിക്കപ്പം തന്നെ തോന്നിയായിരുന്നു മാഷൊരു റിസപ്ഷൻ മാത്രമായിരിക്കില്ല, മാനേജിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാഷിനെ കണ്ട സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി മാഷ് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ആളാണെന്ന്. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് അയാൾ എന്നെ നോക്കി, ഇപ്പം വർക്ക് ചെയ്യുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ നടന്നിട്ടില്ല, എല്ലാം തിരക്കായിപ്പോയി. ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ പകുതി വഴിക്ക് നിർത്തി വെച്ചു. ചില അവസ്ഥകൾ അല്ല എന്ന് പറയുന്ന മാഷേ. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, മാഡത്തിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യങ്ങളങ്ങ് ചെയ്യണം. ജോബാണെങ്കിലും എന്താണെങ്കിലും ശരി തന്നെ, ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എന്താണോ അത്, മാഡത്തിനിപ്പം ഒരു ടൂറ് പോകുന്നതാണെങ്കിലോ അല്ലെങ്കിൽ കറങ്ങിയടിച്ച് നടക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതാണെങ്കിലോ അത് ചെയ്യുക. അതിനി ജോലിക്ക് പോകുന്നത് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മാഡം അത് കളയാതിരിക്കണ്ട. പിന്നെ മാഡത്തിന് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അതിന് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് അവൻ പറഞ്ഞു നിർത്തി. ആ ഒരു സമയത്ത് അവൻ്റെ ആ സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരുപാട് സുന്ദരിയാണല്ലോ, എൻ്റെ ഫ്രണ്ടിനെ പിള്ളേരെ അയാളെ എങ്ങനെ പെട്ടെന്ന് ഒപ്പിച്ചു? അതായത് അവനങ്ങനെ ഇത്രയും നല്ലൊരു ഗ്ലാമറുള്ള ഒരാളെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. മുഖത്ത് നോക്കിയത് പറയുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടത് സൂചിച്ചു. പെട്ടെന്ന് ഒരു കളിയാക്കലെന്ന പോലെ ഞാനത് പറഞ്ഞു, എന്ത് ചെയ്യാനും മാഷേ, ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ചൊന്നും കിട്ടില്ല, ചിലത് ആഗ്രഹിച്ചത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡത്തിൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള ഒരാളെ ഇഷ്ടം? അതായത് ഞാൻ അങ്ങനെ ചോദിക്കല്ല, മാഡത്തിനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിലാണ്, അപ്പം മാഡത്തിന് ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾ വേണം മാഡത്തിന് പാർട്ണറായിട്ട്, അതൊക്കെ എനിക്കൊന്ന് പറയാമോ എന്ന് ലളിതമായ രീതിയിൽ, എന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, എനിക്ക് എല്ലാവരെയും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, ആൾക്ക് നല്ല ക്വാളിറ്റി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ നാഷണൽ പോലെ ആയിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. പിന്നെ നല്ല ക്യാരക്ടറായിരിക്കണം, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുള്ളൂ. പെട്ടെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു, മാഷിൻ്റെ മനസ്സിലെങ്ങനെയാ? മാഷ് കല്യാണം കഴിച്ചതാണോ? ഞാനൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, എല്ലാം അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, അതങ്ങനെ പറയാതിരിക്കരുത് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരിയോടെ അയാൾ എൻ്റെ അടുത്ത് പറയുന്നു, ഞാനങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല മാഡം, നമ്മൾ ഒറ്റത്തടി മുച്ചാമേറ് പണ്ടെപ്പോഴോ നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ പറയാറില്ലേ, ആ ഒരവസ്ഥയാണ് എൻ്റേത്. ഇപ്പോൾ അങ്ങനെ ബാധ്യതകളൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അങ്ങനെ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നു.
എന്ന് ഞാൻ അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, ഇങ്ങനെയൊരു ലൈഫ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? ആരും ഒരു കൂട്ടിനില്ലാതെ സംസാരിക്കാതെ, പിന്നീട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും അതൊന്നും നടക്കാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ബോറടിക്കില്ലേ എന്ന് ഞാൻ അയാളോട് ചോദിക്കുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും നമ്മളൊരു പാർട്ട്ണർ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം എന്നെനിക്ക് നിർബന്ധമില്ല മാഡം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇങ്ങനെ ഈ ഒരു ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുക, പിന്നെ മനുഷ്യൻ്റെതായ ആഗ്രഹങ്ങൾ നിറവേറ്റണം. അതിന് മറ്റൊരു മാർഗമല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല മാഡം. ഇതൊക്കെ തന്നെ അവസ്ഥ. പെട്ടെന്ന് അയാളുടെ ആ പെരുമാറ്റവും സംസാരം കണ്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചിലപ്പം താൻ പറയുന്നതായിരിക്കും കറക്റ്റായിട്ടുള്ള കാര്യം. എന്തോ എനിക്കും അങ്ങനെ തോന്നിയട്ടോ. അത്രയും പറയുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വന്നു. ആ സമയം ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സംസാരം സ്റ്റോപ്പ് ചെയ്തു. ശേഷം പെട്ടെന്ന് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, ഒന്നുമില്ല, ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു കാര്യം, പഴയ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അയാൾ ദീപകിനെ നോക്കി ശേഷം പറഞ്ഞു, എടാ നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുത്തേക്കല്ലേ എന്നൊക്കെ ചുമ്മാ തമാശയിൽ ഇങ്ങനെ തട്ടിവിട്ടു. അങ്ങനെ ഞാനും അയാളും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് കുറച്ചു നേരം സൊള പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലും ദീപകിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ടൈമിലും വീണ്ടും ഹസ്ബൻഡിന് ഫോൺ വന്നു. ആൾ എണീറ്റ് പോയി. പെട്ടെന്ന് ഞാൻ ദീപകിനെ ആ സമയത്ത് നോക്കി. കണ്ടോ ദീപക്, ഇതാണ് എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ വിചാരിക്കും, എന്തെങ്കിലുമൊക്കെ നോക്കും, പിന്നീട് ആള് ഇങ്ങനെ അപ്രത്യക്ഷനായി പോവും, പിന്നെ നമ്മളൊറ്റയ്ക്കാവും. ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന് പറയുമ്പോൾ ദീപക് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു. മാഡം ഇങ്ങനെ കുറേ സമയത്ത് മുമ്പേ കല്യാണം കഴിക്കണം എന്നുള്ള അവസ്ഥയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇപ്പം കല്യാണം കഴിച്ച മാഡത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മാഡം എന്ന് ദീപക് ഒരു തമാശ രീതിയിൽ എന്നോട് ചോദിച്ചു. ഞാനൊന്നും മറുപടി പറയാതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഞാൻ ദീപകിനോട് ചോദിച്ചു, നല്ല കാറ്റുണ്ടല്ലേ അവിടെ? ചെറിയ വെയിലും നല്ല മഴയും അതിൻ്റെ ഒരു തണുപ്പൊക്കെ. ശരിക്കും കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് അടിപൊളിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദീപകിൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ കപ്പിൾസ് അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാനൊരു ചാടയിൽ ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ മുഖം കാണിച്ചു. പെട്ടെന്ന് ദീപക് അത് കണ്ടിട്ട് ശേഷം ചിരിച്ചു. എൻ്റെ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് എപ്പോഴാണെങ്കിലും ശരി തന്നെ നമുക്കിഷ്ടമുള്ള ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പിടിച്ചിങ്ങനെ പോകാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കറങ്ങാനും അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം നടക്കാനും ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. അല്ലാതെ കപ്പിൾസായിട്ട് വന്നിട്ടും ഇത്രയും നല്ല റിസോർട്ട് കിട്ടിയിട്ടും വലിയൊരു കാര്യമില്ല. ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ടൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥയായിരിക്കും എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ആ നിമിഷം തന്നെ ദീപക് ഒന്ന് ചിരിച്ചു. എന്താ മാഷെ ഇങ്ങനെ ചിരിക്കുന്നത്? എൻ്റെ കഥകൾ കേട്ടിട്ട് അങ്ങനെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ മാഷിന്? ഞാനത് ചോദിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും കാര്യം പറയാട്ടോ, ഇങ്ങനെ ചിരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റേ. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഇങ്ങനെ അല്ല, ഒന്ന് എഴുന്നേറ്റേ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ ഒരു നിമിഷത്തിൽ ഞാനൊന്ന് വെപ്രാളപ്പെട്ടു. ഒന്ന് എഴുന്നേൽക്കെൻ്റെ മാഷേ എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും ഒന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാനും അയാളും കൂടെ നടക്കാനായിട്ട് ആരംഭിച്ചു. ചെറിയ ചെറിയ പൂക്കളും പൂന്തോട്ടങ്ങളും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്നു. ആ സമയത്ത് ചെറിയ ചെറിയ മഴത്തുള്ളികളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡത്തിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം അടിപൊളിയാണല്ലോ, ആർക്കായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കണം, അത്രമാത്രമേ ഉള്ളൂ കാര്യങ്ങള്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു സ്ഥലം വരെ എത്തി. അത് ഒരു പുഴയുടെ വക്ക് മാത്രമായിരുന്നു. അവിടെയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. പിന്നെ അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. അവിടെ ചെറിയ മീൻപിടുത്തക്കാരുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. ആ പുഴയ്ക്കരികിൽ നല്ല മീനുണ്ടത്രേ. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് അവിടെ നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്താനും പിന്നെ അവരെ ഓടിച്ചു വിടാനും വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുന്ന സമയത്തും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതയും, പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം ഡിമാൻഡുണ്ട് ആ ഒരു സ്ഥലത്തിൽ നിന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കണ്ടു. ശേഷം ഞങ്ങൾ പോയത് ഒരു ഹോട്ടൽ റൂമിൻ്റെ ആ ഒരു അകംവശത്തേക്കാണ്. അകത്തേക്ക് കയറി ആ ഒരു ഹോട്ടൽ റൂം തന്നെ വലിയ വലിപ്പമുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെയർ വഴി നടന്നു കയറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ചെറിയ ചെറിയ അകത്ത് ചിത്രപ്പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. മാഡത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ ഹോസ്റ്റലിൻ്റെ അകത്ത് വശത്താണെങ്കിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ മാഡം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തുള്ളൂ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളുടേതായ റൂമിലെത്തി. ഞാനും ഹസ്ബൻഡിനും വേണ്ടി മാത്രം എടുത്തത്. അവിടേക്ക് അയാളും കയറി. അപ്പോൾ ഞാൻ ആ സമയം ഞാനും അയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇതാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്ക്. പിന്നെ അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രിയിലൊരു ക്യാമ്പ് ഫയർ പോലെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് എൻജോയ് ചെയ്തിട്ട് തന്നെ പോയാൽ മതി. അപ്പോൾ പിന്നെ മാഡത്തിന് എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പുറത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് അയാൾ എന്നെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ആണെങ്കിലും പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ആ സമയത്ത് ഹസ്ബൻഡ് അപ്പോഴും ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് ബാൽക്കണിയിൽ നിന്ന് കണ്ടു. ഞാനാ നോക്കുന്നത് അയാളും നോക്കി നിന്നു. എന്തൊരവസ്ഥയാണ് എന്നയാൾ ചുമ്മാ ഒന്ന് പിറുപിറുത്തു. പെട്ടെന്ന് ആ നിമിഷം തന്നെ ഞാൻ അയാളെ നോക്കി, അയാളെന്നെയും. പെട്ടെന്ന് എൻ്റെ ആ വിഷമം കണ്ട സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല മാഡം, അതൊക്കെ വിട്ടുകള. മാഡത്തിനിപ്പോൾ നല്ല ഹാപ്പിയായിട്ട് ലൈഫ് ഒന്ന് സെറ്റാക്കി വെക്കാം. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതിയല്ലോ മാഡം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി തരാം. പെട്ടെന്ന് അയാൾ അവിടെ കിടന്നിരുന്ന കിടക്കെടുത്ത് മാറ്റി അതൊരു സെറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കിടക്ക, അതും മടക്കി വെച്ചിരുന്നൊരു കിടക്കെടുത്ത് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു സ്പ്രേ ആ റൂമിലിട്ട് അടിച്ചു. അത് ഒരു റൂം സ്പ്രേ ആയിരുന്നു. അത് അടിച്ച സമയത്ത് തന്നെ വല്ലാത്തൊരു ഗന്ധം, എന്തോ നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന പോലൊരു ഗന്ധം. പെട്ടെന്ന് ആ ഒരു ഗന്ധം ആസ്വദിക്കുന്ന സമയത്ത് തന്നെ ആളെൻ്റെ മുഖത്തേക്ക് നോക്കി, എങ്ങനെയാണ് മാഡം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്താ ഇത്, നല്ലൊരു ഗന്ധം ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല്, ഒരു സ്പെഷ്യൽ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ ഇത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. പെട്ടെന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞങ്ങളുടെ സീക്രട്ടാണ് മാഡം, ഞങ്ങളത് പുറത്തങ്ങനെ പറയാറില്ല. ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നൊരു ചെറിയൊരു പെർഫ്യൂമാണ്. അത് റൂമിലടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗന്ധമാണ്. അത് ഈ കപ്പിൾസായിട്ട് മധുവിധം ആഘോഷിക്കാൻ വരുന്നവർക്കും പിന്നെ ചില ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അവർക്കൊരു മനസ്സിനൊരു ഉന്മേഷവും പിന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മാഡത്തിനും പിന്നെ എൻ്റെ ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കിയെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ആ ഒരു വാക്യത്തിൻ്റെ പറഞ്ഞു, എൻ്റെ ദീപക്, എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാമെന്നില്ല. അത് വേറെ ലോകമാണ് ദീപക്, താന് അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ദീപക് എൻ്റെ അടുത്ത് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാഡം, ചില കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രയൊക്കെയുള്ളൂ ലൈഫും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് ദീപക് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും മുറിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഞാൻ ഈ ഒരു പാർട്ടായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. കഥ കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം.